എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യേശുവിൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിൽ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ, യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും കൂടെ ഒന്നിച്ച് പാർത്ത് എഫെസോസ് എന്ന ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുമ്പോൾ താൻ എഴുതിയ ലേഖനങ്ങളിൽ നിന്നും തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടുകളിൽ നിന്നും അതിശക്തമായ ഏറ്റവും ഭയങ്കര ഡെപ്തിലേക്ക് പോയ ലേഖനങ്ങൾ പൗലോസ് കൈമാറിയത് എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടിയാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനകത്തെ വാക്യങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാൽ എല്ലാം ഇൻ ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിൽ. അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, ക്രിസ്തു മുഖാന്തരം ദത്തെടുത്തിരിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടായിരിക്കുന്നു. അതിൻ്റെ 1:11 അവനിൽ നിങ്ങൾ അവകാശം പ്രാപിച്ചിരിക്കുന്നു, അവനിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ വളരുന്നു, ക്രിസ്തുവേശുവിൽ നിങ്ങൾ കൂട്ടവകാശികളായിരിക്കുന്നു. അങ്ങനെയെല്ലാം ഇൻ ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിലാണ്. ദൈവമക്കളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ക്രിസ്തുവിലാണ്? ഐ ആം ഇൻ ക്രൈസ്റ്റ്. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനോട് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വെളിപ്പാട് അതീവമായ ഗൗരവമുള്ള ഒന്നാണ്. സ്വർഗത്തിൽ യേശു കർത്താവിനെ, 21-ാമത്തെ വാക്യം, സ്വർഗത്തിൽ യേശു കർത്താവിനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തുകയും എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും, പറഞ്ഞേ സർവവും, യേശുവിൻ്റെ കാൽ കീഴിലാക്കുകയും ചെയ്തു. സർവവും യേശുവിൻ്റെ കാൽ കീഴിലാക്കി പിതാവായ ദൈവം. എന്നിട്ട് യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി. അവിടെ കൊണ്ടും തീർന്നില്ല. എന്നിട്ട് അവന് ലഭിച്ച സകല അധികാരങ്ങളും സകല അവകാശങ്ങളും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ കൈമാറി. സഭയുടെ ഭാഗമായി
ദൈവസഭയുടെ അവയവങ്ങളായി ക്രിസ്തുവിന്റെ ശരീരത്തിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, സകലതും അവന്റെ കാൽ കീഴിലാക്കിയെങ്കിൽ അവൻ സകലത്തെയും സഭയുടെ കാൽ കീഴിലാക്കി. സകലവും അവനിൽ നിറയ്ക്കപ്പെട്ടെങ്കിൽ അവനിൽ നിറഞ്ഞിരുന്നതല്ല അവൻ സഭയ്ക്ക് കൈമാറി. ഞാൻ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാണ് എന്ന ഉറപ്പുള്ളവരുടെ മേളിൽ ഈ ദൈവീകമായ വാഗ്ദത്തത്തെ പരിശുദ്ധാത്മാവ് യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും, സർവവും, പറഞ്ഞ സർവവും അവന്റെ കാൽ കീഴിലാക്കി. രോഗങ്ങളെ അവൻ കാൽ കീഴിലാക്കി, ഭയത്തെ അവൻ കാൽ കീഴിലാക്കി, തിന്മകളെ അവൻ കാൽ കീഴിലാക്കി, ദാരിദ്ര്യത്തെ അവൻ കാൽ കീഴിലാക്കി, അസമാധാനത്തെ അവൻ കാൽ കീഴിലാക്കി, എല്ലാ ഡിപ്രഷനെയും അവൻ കാൽ കീഴിലാക്കി, എല്ലാ ബന്ധനങ്ങളെയും അവൻ കാൽ കീഴിലാക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. In the name of Jesus, in the mighty name of Jesus, സകലവും സർവവും, സകലവും സർവവും യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി. യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി. ഏദനിൽ ഇഴഞ്ഞു വന്ന പാമ്പിനെ, ഏദനിൽ ഇഴഞ്ഞു വന്ന പാമ്പിനെ, മനുഷ്യനെ വഞ്ചിച്ച പാമ്പിനെ, സകല അധികാരത്തിനും അവകാശിയായിരുന്നവനെ ഒറ്റ സെക്കൻഡ് കൊണ്ടൊന്നുമല്ലാത്തവനാക്കി. അവന്റെ തേജസ് കളഞ്ഞ പാമ്പിനെ ക്രൂശിന്റെ മേളിൽ തകർത്തു. വാ തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞ പിശാചിന്റെ തലയെ യേശു തകർത്തു. ഓ ദൈവമക്കൾ മാത്രം പറഞ്ഞ പിശാച് തകർന്നവനാണ്, പിശാച് വീണവനാണ്, സാത്താൻ പരാജിതനാണ്. യേശു തലയാണ്. ഇപ്പോൾ ആ പാമ്പിന് തലയില്ല. രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേളിൽ ഇന്നൊരു അധികാരത്തിന്റെ കൈമാറ്റം, ഒരു അഭിഷേകത്തിന്റെ പകർച്ച പരിശുദ്ധാത്മ വഹിക്കുകയാണ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. ആരാ സഭ? I am the church. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 46-47 വാക്യം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ അവർ കൂടി വരികയും വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവർ ദൈവത്തെ സ്തുതിച്ചു, സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ട എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ ആമീൻ പറയാമോ? യേശുവിന്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവവചന സത്യപ്രകാരം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ അവന്റെ സഭയുടെ ഭാഗമായി കയറിയ എത്ര പേരുണ്ട്? അവരോട് ബൈബിൾ പറയുന്നു, യേശു കർത്താവ് നേടിയെടുത്ത സകല ജയവും ബൈബിൾ പറയുന്നു അവൻ സഭയ്ക്ക് കൈമാറിയിരിക്കുന്നു, അവൻ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. സഭയുടെ പ്രാധാന്യത എവിടെയാണ്? യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം
അതിനെ ജയിക്കില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണോ? നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനാണോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ സഭയുമായി ഒരു ബന്ധമുണ്ടാകണം. ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ രക്തം ഓടുന്നുണ്ട്, ഹാർട്ട് അടിക്കുന്നുണ്ട്. ഹാർട്ട് അടിച്ചില്ലെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യത്തില്ല. ബ്ലഡ് പമ്പ് ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യനിൽ ജീവൻ ഉണ്ടാകത്തില്ല. ഓർക്കുക, ഈ ബ്ലഡ്, ഈ ഹാർട്ട് ഇടിച്ച് പമ്പ് ചെയ്യിക്കുന്നത് ബ്രെയിനിലേക്ക് പോകുന്നു. ഓരോ അവയവങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിരലിന്റെ അറ്റം മുറിഞ്ഞാലും ചോര വരും, നിങ്ങളുടെ കാലിന്റെ തുമ്പ് മുറിഞ്ഞാലും ചോര വരും. കാരണം ബ്ലഡ് എല്ലാ അവയവങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഈ ബ്ലഡ് എല്ലാ അവയവങ്ങളിലേക്കും പോകുന്നത്, ഈ കൈയിലേക്ക് പോകുന്നത്, ഈ കൈ ഈ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ടാണ്. ഈ കൈയെ വെട്ടി ശരീരത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നെ ഈ രക്തം ഈ കൈയിലേക്ക് ഒഴുകിയെത്തില്ല. യേശുവിന്റെ രക്തം ഇപ്പോഴും ഒഴുകി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവരിലേക്കാണ്. വാ തുറന്ന് പറയാമോ? യേശുവിന്റെ രക്തം, സഭയ്ക്കായി ഒഴുക്കിയ രക്തം. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് തന്റെ സഭയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒരു വാക്യം ഞാൻ നിങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വാക്യം, അതുമായി ബന്ധപ്പെട്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ ബൈബിൾ പറയുന്നു. യേശു തന്റെ പരിശുദ്ധ രക്തത്താൽ സമ്പാദിച്ച സമ്പാദ്യമാണ് ദൈവത്തിന്റെ സഭ. നിങ്ങൾ ഇന്നായിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭയിലാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തെങ്കിൽ, നിങ്ങളൊരു സ്പിരിച്വൽ കവറിങ്ങിൽ നിൽക്കുമ്പോൾ, നിങ്ങളൊരു ദൈവസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, ഒരു പാസ്റ്ററും നിങ്ങളുടെ തലയിൽ കൈവച്ച് ഒരു ദൂതും പറഞ്ഞില്ലെങ്കിലും ആ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. I am the part of the body of Christ. ഞാൻ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് എന്നെ ജയിക്കുവാൻ കഴിയുകയില്ല. ആ വിശ്വാസമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ചോദിക്കത്തില്ലേ, വയസ്സ് 50 ആയില്ലേ, നിങ്ങൾ എന്ത് സമ്പാദിച്ചു? ചിലർ ചിന്തിക്കുന്നില്ലേ, വയസ്സ് 10-60 ആയില്ലേ, എന്തുണ്ടാക്കി, എന്ത് നേടി? നിങ്ങൾക്കറിയാമോ, 33.5 വർഷത്തെ ജീവിതം കൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ദകൾ അനുഭവിച്ച് ദൂതന്മാരുടെ ആരാധനയിൽ വസിച്ചിരുന്ന, ആരിലും ഉന്നതനായ ആരാധനയ്ക്ക് യോഗ്യനായ, സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നോക്കി പരിശുദ്ധൻ 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 എന്ന് ആർപ്പിട്ട സർവശക്തനാകുന്ന ദൈവപുത്രനാകുന്ന യേശു, അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് അടികളും നിന്ദകളും ദുഷികളും എല്ലാം ഏറ്റ് ഏറ്റവും ഒടുവിൽ മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി, എന്റെയും നിങ്ങളുടെ ശാപവിമുക്തിക്കായി, എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷ തരേണ്ടതിനായി, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തരേണ്ടതിനായി, എന്നെയും നിങ്ങളെയും നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനായി, എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിനായി, എനിക്കും നിങ്ങൾക്ക് പുനരുത്ഥാനം ഉണ്ടാകേണ്ടതിനായി, എനിക്കും നിങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാകേണ്ടതിനായി, ദൂരസ്ഥരായിരുന്ന നിന്നെയും എന്നെയും സമീപസ്ഥനാക്കേണ്ടതിനായി, ഒരിക്കലായി എന്നേക്കുമായി ആ പരിശുദ്ധ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി. പക്ഷേ കർത്താവിനോട് ചോദിച്ചേ, അപ്പച്ചാ, പിതാവേ, യേശുവേ, എന്റെ സ്വർഗസ്ഥനായ പിതാവേ, അപ്പാ, ഈ 33.5 വർഷത്തെ ജീവിതം കൊണ്ട്, ഈ പീഡനങ്ങളും പീഡാനുഭവങ്ങളും കൊണ്ട് അങ്ങെന്ത് സമ്പാദിച്ചു, അങ്ങെന്ത് നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ
പൗലോസ് പറയും, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. ദേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കൂട്ടയില്ലേ, ഈ ഉണർവില്ലേ, ഇത് യേശുവിന്റെ സമ്പാദ്യമാണ്. ഇത് കുട്ടിക്കളിയല്ല, ഇത് കുഞ്ഞുകളിയല്ല, സഭ കുഞ്ഞുകളിയല്ല. കളിക്കരുത്, കളിക്കരുത്. ഇത് കുട്ടിക്കളിയല്ല, ഇത് കർത്താവിന്റെ സമ്പാദ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യത്തെ ശത്രു ആക്രമിച്ചാൽ, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കാൻ നോക്കിയാൽ, തട്ടിപ്പറിക്കാൻ നോക്കിയാൽ, നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ സഭ കർത്താവിന്റെ സമ്പാദ്യമാണ്. അവൻ ആക്ഷൻ എടുക്കും, അവൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ അവന്റെ രക്തത്താൽ അവർ സമ്പാദിച്ച ആളുകളാണ് ഈ ടെന്റിനകത്തിരിക്കുന്നത്. വാ തുറന്ന് പറയാമോ, ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. ഞാൻ കർത്താവിന്റെ സഭയെ സ്നേഹിക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. കാരണം ഇത് കർത്താവിന്റെ ശരീരമാണ്. ഇപ്പോൾ നിങ്ങൾ വായിച്ച ആ വാക്യം താഴേക്ക് വായിക്കുമ്പോൾ 29-30 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നു വരും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരൊക്കെ, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നവരൊക്കെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് വരും. അകത്തു നിൽക്കുന്ന ചിലരെ തന്നെ പിശാച് കയ്യിലെടുത്തെന്ന് വരും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. പൗലോസ് പറയുന്നു, ഞാൻ 3 സംവത്സരം 3 വർഷം ഇടവിടാതെ കണ്ണുനീര് വാർത്ത് നിങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിച്ചതും പഠിപ്പിച്ചതും വളരെ കഷ്ടപ്പെട്ട് സഭയെ പ്ലാൻ ചെയ്തതും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. പൗലോസ് പറയുന്നു, ഇതെന്റെ കണ്ണുനീരിന്റെ, ഇതെന്റെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയും കർത്താവിന്റെ രക്തത്തിന്റെ സമ്പാദ്യവും വിലയുമാണ്. അതുകൊണ്ട് കൊടിയ ചെന്നായ്ക്കളുണ്ട്. എല്ലാ കാലത്തും സഭയ്ക്ക് ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പറയാൻ കഴിയണം കേട്ടോ, കർത്താവേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമാണ്, ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നീ സകലതും സഭയ്ക്ക് കൈമാറിയെങ്കിൽ അനുഗ്രഹം എന്റെ അവകാശമാണ്, സൗഖ്യം എന്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയോ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയോ ഒരു കുഞ്ഞു വിരളെങ്കിലും ചലിപ്പിച്ചവനെ മറന്നു കളയാത്ത ദൈവം ഉണ്ടെന്നേ. മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കാൻ പുരോഹിതനാകുന്ന അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന കൈക്കൊരു താങ്ങായി നിന്നെങ്കിൽ, കാലചക്രങ്ങൾ പിന്നിട്ടപ്പോ ആ ഹൂരിന്റെ കൊച്ചുമകനാകുന്ന ബെസലേലിനെ സമാഗമന കൂടാരം പണിയാൻ അതിന്റെ മെയിൻ ആർക്കിടെക്റ്റ് ആക്കി ദൈവം മാറ്റി. ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കത്തക്ക നിലയിൽ ദിവ്യജ്ഞാനമുള്ളവനായിരുന്നു എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഡിവൈൻ സ്പിരിറ്റ് എന്നാണ്. അവനിലൊരു ദിവ്യമായ ആത്മാവുണ്ടായി. ഇന്ന് പകൽ അപ്പനോട്, അമ്മയോട്, വല്യപ്പനോട് ഞാൻ പറയട്ടെ, നീ സകലതും നിറയ്ക്കുന്നവന്റെ നിറവായ
കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയോ തൻ്റെ രാജ്യത്തിന് വേണ്ടിയോ നിന്റെ കൈകളോ കാലുകളോ അധരങ്ങളോ പണമോ ആരോഗ്യമോ സമയമോ നീ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ബെസലേലുമാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന സകലത്തിൻ്റെ നിറവായ കർത്താവേ, നിന്റെ ശരീരമായ സഭയ്ക്ക് നീ സകല അനുഗ്രഹവും സൗഖ്യവും വിടുതലും സകല പ്രോസ്പെറിറ്റിയും നന്മയും അധികാരവും കൈമാറിയെങ്കിൽ ഞാൻ അതിൻ്റെ ഭാഗമാണെന്ന് പറയാൻ ഇന്ന് പകൽ കഴിവുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ഒരു ഒറ്റയാനല്ല, ഒറ്റയാനെ തളയ്ക്കുന്ന കാലമായത്. ഞാൻ ഒറ്റ തിരിഞ്ഞ് നടക്കുന്നവനല്ല, ഞാൻ ദൈവസഭയുടെ ഭാഗമാണ്. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകും. ഒന്നും കൂടെ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ. ഒന്നും കൂടെ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകും. ഒന്ന് ശബ്ദമുയർത്തി പറയാമോ? ജീവനുള്ള ദൈവത്തിന്റെ സഭ. ജീവനുള്ള ദൈവത്തിന്റെ സഭ എവിടെയായിരിക്കുന്നേ? ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ. എന്തിനാ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നും, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ സങ്കീർത്തനവും പാട്ടും ഒക്കെ വേണമെന്നും, കൂടി വരണമെന്നും, അവർ ദിനംപ്രതി ഒന്നിച്ച് വീടുകളിലും ദേവാലയങ്ങളിലും കൂടിയെന്നും. സ്നാനപ്പെട്ടങ്ങ് പൊക്കൂടായിരുന്നോ ഏതേലും ഒക്കെ വഴിക്കൂടെ? ഒന്നിനോടും ഒരു സഭയോടും ബന്ധമില്ലാതെ ഇന്ന് പകലും ഈ മെസ്സേജിനെ ഇപ്പം പറയുന്ന വചനാടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്ന ഈ മെസ്സേജ് പോലും തലയ്ക്കകത്ത് കയറാതെ പിശാച് സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. അതിന്റെ പ്രശ്നം എന്നറിയോ? അവന്റെ വീടിനെ ദാരിദ്ര്യം വിട്ട് മാറുകയല്ല, ഒരിക്കലും എല്ലാ അവസ്ഥയിലും അവൻ ഒരുപോലെ പോകും. ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറണമെങ്കിൽ, നിന്റെ സ്ഥിതി മാറണമെങ്കിൽ, സിസ്റ്ററെ, AC റൂമിൽ കയറിയാലേ തണുപ്പ് അനുഭവിക്കാൻ പറ്റും. റെസ്റ്റോറന്റിൽ ചെന്നിരുന്നാലേ ഫുഡ് കഴിക്കാൻ പറ്റും. ഇവിടുത്തെ ബാങ്കിൽ ചെന്നിട്ട് 2 ബിരിയാണി 3 പൊറോട്ട എന്ന് പറഞ്ഞാൽ നിന്നെ സെക്യൂരിറ്റി എടുത്ത് വെളിയിലെറിയും. ബാങ്കിൽ ചെന്നാലേ പൈസ കിട്ടുള്ളൂ, റെസ്റ്റോറന്റിൽ പോയാലേ ഫുഡ് കിട്ടുള്ളൂ, AC റൂമിൽ ഇരുന്നാലേ തണുക്കാൻ പറ്റുള്ളൂ. കർത്താവ് സകലതും കൈമാറിയിരിക്കുന്ന സഭയുടെ ഭാഗമായി നിന്നാലേ നിന്നെ ഇത് വിശ്വസിപ്പിക്കാതിരിക്കുന്നത് പിശാചാണ്. 100% അത് പിശാചാണ്. ഞാൻ പറയുന്നു ബ്രദറെ, ഇവിടെ ഇരിക്കുന്നവർക്ക് ആ സാക്ഷ്യം പറയാൻ കഴിയുമോ? എത്രയോ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും, ശത്രു ഒരുക്കിയ വിവിധ പദ്ധതികളിൽ നിന്നും, പൈശാചിക മണ്ഡലം എനിക്കെതിരെ എഴുന്നേറ്റ എന്നെ ലക്ഷ്യം വെച്ച പലതിൽ നിന്നും ഇന്നും ഇപ്പോഴും എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന നിലയിൽ ഞാനിവിടെ ആയിരിക്കുന്നത് സഭയുടെ ഒരു കവറിങ് എൻ്റെ മേളിലുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട് എന്ന വിശ്വാസമുള്ളവർ എത്ര പേരിനകത്തുണ്ട്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. സഭ കർത്താവിന്റെ സമ്പാദ്യമാണ്, അത് കർത്താവിന്റെ ശരീരമാണ്. എൻ്റെ കൈ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റിയാൽ പിന്നെ ബ്ലഡ് അങ്ങോട്ട് പോകത്തില്ല. ഈ ബ്ലഡ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തോട്. Reinhard Bonnke, he was a great evangelist and anointed man of God. Reinhard Bonnke ആഫ്രിക്കയിൽ ഏത് ക്രൂസൈഡിൽ പ്രസംഗിച്ചാലും നിങ്ങൾക്കറിയാം 3 ലക്ഷം 4 ലക്ഷം
തീരുമാന കാർഡുകളാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരൊറ്റ മനുഷ്യായുസ് കൊണ്ട് 70 മില്യൺ ആളുകളെ കർത്താവിലേക്ക് തിരിച്ചു ആ മനുഷ്യൻ. ഇത് ചുമ്മാ തട്ടിക്കൂട്ടി കണക്കല്ല, ഗൂഗിൾ എടുത്ത് നോക്ക്. ആ മനുഷ്യൻ ഏത് ക്രൂസൈഡിലും ഈ സാൽവേഷന്റെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവരെ മുന്നിൽ വിളിച്ചിട്ട് പറയും, ഞാനൊരു പാസ്റ്റർ അല്ല, I am not a pastor, I am an evangelist. ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒത്തിരി സഭകളുണ്ട്. നിങ്ങൾ ദയവായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ഭാഗമാകണം. കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനിച്ച കുഞ്ഞിന് വളരാൻ ഒരു വീട് വേണം. നീ ഇന്നത് മറന്നാലും മറവി രോഗം നിനക്കൊണ്ടെങ്കിലും നീയും അങ്ങനെ ആയിരുന്നു. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഈ ശരീരം എന്ത് ഫുഡ് എടുക്കുന്നോ അതെന്റെ കംപ്ലീറ്റ് ബോഡിയും തൊടും. എന്റെ കംപ്ലീറ്റ് ബോഡിയും തൊടും. ഈ ശരീരത്തിൽ എന്തുണ്ടോ അത് മുഴുവൻ അവയവങ്ങളെയും അഫക്ട് ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ എറണാകുളം ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വളരെ ക്രിട്ടിക്കലായി ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്, സൗദി അറേബ്യയിലാണ്, റിയാദിലാണ്. വളരെ ക്രിട്ടിക്കലായി കിടക്കുമ്പോൾ ആ ഫോണിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബ്രദറെ, പാസ്റ്ററെ, ഒരൊറ്റ സഭായോഗം പോലും, ഒരൊറ്റ പ്രാർത്ഥന പോലും YMCA ഹോള് തൊട്ടി പുള്ളി വരുമായിരുന്നു, മുടക്കത്തില്ലായിരുന്നു. എനിക്ക് ക്ലെയിം ചെയ്യാൻ ഒരു സാധനം കിട്ടി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യൻ നിന്റെ സഭയുടെ, നിന്റെ ശരീരത്തിന്റെ ഭാഗ കർത്താവേ, നിന്നെ ആരാധിച്ച മനുഷ്യനാ കർത്താവേ. ശത്രു അവനെ കുറിച്ച് പറയാതിരിക്കേണ്ടതിന് നീ അവനെ എഴുന്നേൽപ്പിക്കണേ. കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കി. മോളെ, നിനക്ക് പറയാവോ കർത്താവിനോട്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാ, ഞാൻ കർത്താവിന്റെ മകളാ, ഞാൻ ദൈവസഭയുടെ ഭാഗമാ. നീ സകലതും നിന്റെ സഭയ്ക്ക് കൈമാറിയിരിക്കുമ്പോൾ, കർത്താവെ, ഞാൻ ഈ കവറിങ്ങിനകത്താ നിൽക്കുന്നേ, ഇതിനകത്തൊരു പ്രോസ്പെരിറ്റി ഉണ്ട്. I receive that prosperity, Lord, in the name of Jesus. മോശ എന്താ ദൈവത്തോട് പറഞ്ഞേ? മോശ പറഞ്ഞത്, പഴയ നിയമ ഇസ്രായേൽ സഭ വിളിച്ചു വേർതിരിക്കപ്പെട്ടവൻ. സഭ എന്ന വാക്ക് എക്ലീഷ്യ, വേർതിരിക്കപ്പെട്ട കൂട്ടം, ഗ്രീക്ക് പദമാണ്. വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മോശയ്ക്ക് ക്ലെയിം ചെയ്യാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ, ഇറങ്ങിത്തിരിച്ചവരാണ്, പുറപ്പെട്ടവരാണ്, ഇവർ വഴി വെച്ച് പട്ടുപോയെന്ന് ഫറവോൻ പറയാൻ ഇട വരരുത്. ഇന്ന് പകൽ സഭയുടെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുന്നു, നിന്റെ കുടുംബം നശിച്ചെന്ന് പറയാൻ ആരെ കൊണ്ടും ദൈവം അനുവദിക്കാത്ത നിലയിൽ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾക്ക് ടിനുപാസിന്റെ ശുശ്രൂഷ ഇഷ്ടമാണ്, പക്ഷെ സഭയോടൊന്നും ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ we love our man of God. പക്ഷേ ഞങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം കർത്താവിൻ്റെ ശരീരമാ സഭ. സഭയുടെ തല ക്രിസ്തുവാണ്. സഭയുടെ തല പാസ്റ്റർ അല്ല. ഡോക്ടർ ബ്ലസൻ പറഞ്ഞ പോലെ, തലയെ മറന്നുപോയാൽ ഉടലിന് വിലയില്ലല്ലോ, തലയോട് മറുതലിച്ചാൽ ഉടലിന് നിലയില്ലല്ലോ. The church is very important.
വെരി ഇമ്പോർട്ടന്റ്. സകലതും ആ ശിരസിൽ നിന്നാ വരുന്നേ. അഹരോന്റെ ശിരസിൽ ഒഴിക്കപ്പെട്ട തൈലം താടിയിലൂടെ ഒഴുകി ഓരോ ശരീരഭാഗങ്ങളിലേക്ക് വീഴുകയാണ്. ഇത് ശിരസിൽ നിന്നാ ഒഴുകുന്നേ. ചേർന്ന് നിൽക്കുന്ന താടിയിലും ചേർന്ന് നിൽക്കുന്ന കയ്യിലും ഒക്കെ ഇത് ഒഴുകും. ദൂരെ നിൽക്കുന്നതിലേക്ക് ഇത് ഒഴുകത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ചേർന്ന് നിൽക്കുന്ന താടിയിലും ചേർന്ന് നിൽക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന My Lord Jesus is coming very soon. എന്തിനു വേണ്ടി? തൻ്റെ സഭയെ ചേർക്കാൻ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. മക്കളെ, നിങ്ങൾക്ക് ടിനു പാസ്റ്ററേക്കായാലും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് കർത്താവിൻ്റെ സഭയോടായിരിക്കണം. മോനെ, നീ ഇത് വായിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടം. മോനെ, നീ പാടുന്നത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടം. കാരണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. വാ കൊണ്ട് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭയിലാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭ. 103-ാമത്തെ സങ്കീർത്തനം അതിന്റെ 17-18 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് ഉറക്കെ വായിക്കണം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഒരിക്കൽ കൂടെ വാക്യം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. This is an everlasting blessing. Amen. Because this is the everlasting covenant. Yes. Hallelujah. 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 ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ഈ സമയം രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവകൽപ്പന അനുസരിച്ചവർക്ക് വാ തുറന്ന് ക്ലെയിം ചെയ്യാൻ പറ്റണം. പിതാവേ, നീ സകലതും കൈമാറിയിരിക്കുന്ന, നീ സകലതും നിറച്ചിരിക്കുന്ന, അവിടുത്തെ നിറവ് നിൽക്കുന്ന ദൈവസഭയുടെ അവയവമാ ഞാൻ. അനുഗ്രഹം എൻ്റെ അവകാശമാ, വിടുതൽ എൻ്റെ അവകാശമാ. Lord, I am the part of this revival. I am the part of this body of Christ. ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന രക്തോട്ടമില്ലാത്ത ഒരവയവം അല്ല. ഞാൻ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവയവമാണ്. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ ഏത് രാജ്യത്തിലാണോ, നിങ്ങൾക്ക് ഈ സഭയുടെ ഭാഗമായി നിൽക്കണമെങ്കിൽ ഈ സഭയുടെ ഭാഗമായി നിൽക്കാം. അല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മറ്റേതെങ്കിലും സഭയുടെ ഭാഗമാണോ, നിങ്ങൾ അവിടെ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ അവിടെ കൃത്യമായി നിങ്ങളുടെ സീഡുകൾ സോ ചെയ്യുന്നവരായിരിക്കണം. നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കരുത്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ കവറിങ് ആവശ്യമാണ്. കാരണം മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ബൈബിൾ പറയുന്നു, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ഒരു വീട്ടിനകത്തിരിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനയുടെ സുരക്ഷിതത്വം. നിനക്ക് ദൈവസന്നിധിയിൽ ഒരു ഉറപ്പുണ്ടോ? സകലതും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭയുടെ ഭാഗമാണ് ഞാനെന്ന്, അവൻ സകലത്തെയും കാൽ കീഴിലാക്കിയെന്ന് അങ്ങനെ അന്ന് വിളിച്ചു പറ, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി. ഓ, ഒറ്റപ്പെട്ട് നടക്കല്ലേ. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എവിടെ ഇല്ലാതെ നടക്കല്ലേ. We need the spiritual covering. Yes, we need that. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണെന്ന്.